മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് മാത്രം ഭയങ്കര ഗ്ലോ ആയിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ നെക്കും നമ്മുടെ ആ ഒരു ചെവികളും ഒക്കെ ഒന്ന് പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് സ്കിൻ കെയർ വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി ക്രീമുകളും മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി മേക്കപ്പ് ഇട്ടാൽ പോലും നമ്മുടെ മുഖത്തിനൊരു തിളക്കം, ഒരു നല്ലൊരു ഗ്ലോ കിട്ടാറില്ല അല്ലേ? പക്ഷേ എങ്കിൽ ചില ആൾക്കാർ മുഖം കാണുമ്പോഴത്തേനും ഇന്നും ഒരു തിളക്കം അല്ലേ? തിളക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പളാന്ന് മിന്നി തിളങ്ങണ പോലെ തോന്നും അല്ലേ? പക്ഷേ എങ്കിലും നമ്മൾ ചിലരൊക്കെ ആണെങ്കിലും മേക്കപ്പ് ഇട്ടാൽ പോലും അത്ര ഒരു ഗ്ലോയോ ഒരു തിളക്കമോ ഒന്നും കിട്ടാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാച്ചുറൽ ഹോം റെമഡിയാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകണം. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് ഡെയിലി ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോകണതിന് അന്നേ ദിവസം രാവിലെയും ചെയ്യാൻ പറ്റിയ അത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വെറുതെ ഓരോന്ന് പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിനി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ട ആവശ്യമുള്ള ഒരു സാധനമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പപ്പായയാണ് കേട്ടോ. ഇത് കുറേ ദിവസമായിട്ട് യൂസ് ചെയ്താൽ കുറേ ദിവസം ലൈക്ക് 1 മന്ത് മേലെ ആയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ കുറേയൊക്കെ പോയി ഈ ഒരു രീതിയിലേക്കൊക്കെ ആയി. അപ്പോൾ ഇനി 3 പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തീർന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എനിക്ക് പപ്പായ കിട്ടിയാൽ മാത്രമേ എനിക്ക് ചെയ്യാനും പറ്റുള്ളൂ, വീഡിയോ ഇടാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് പപ്പായ, നല്ല പഴുത്ത പപ്പായയാണ് കേട്ടോ വേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോണത്. ഇനി ഈ ഒരു ഫേസ് പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 1 or 2 ആഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ കഥ പറഞ്ഞിരിക്കാതെ ഞാൻ എത്രയും പെട്ടെന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന പരിപാടി കാണിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പപ്പായ എടുത്തിട്ട് ജ്യൂസി പരുവത്തിൽ നല്ല എന്താ പറയുക, ജ്യൂസി പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പപ്പായ ഏകദേശം നല്ല രീതിയിൽ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ ഏതെങ്കിലും ഒരു പാത്രം ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് പാൽ അലർജി എന്നല്ല, ഈ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് ചിലപ്പോൾ പാല് ഒട്ടും തന്നെ മുഖത്തിന് പറ്റില്ല. ചിലർക്കൊക്കെ അലർജി പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് പാലിന് പകരം നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പാലിന് പകരം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് പാൽ ഇത്രയും പാലേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി ഈ പാലിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ ആ ഒരു ജെല്ല് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ വട്ടെങ്കിലും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ്. നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് മാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചധികം പപ്പായ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായി നിങ്ങളെ ചെയ്ത് കാണിച്ചേനെ കേട്ടോ. അതാ ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിപ്പോൾ തന്നെ ചൂടായിട്ടുണ്ട്. കാരണം പാലിന് നല്ല അത്യാവശ്യം പെട്ടെന്ന് തന്നെ പാൽ ഇച്ചിരി ആയിരുന്നു, നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അതിന് നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പേസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ തീർന്നപ്പോൾ ഞാൻ കുറച്ച് തേൻ അതിലേക്ക് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ നമുക്കിത് ഡയറക്റ്റ് മുഖത്തേക്ക് തേക്കുമ്പോഴത്തേനും കുറച്ചും കൂടി ടൈറ്റായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു ലൂസ് പരുവത്തിലാക്കുക കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വട്ടം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ലൂസാക്കി സാധാരണ നോർമൽ വാട്ടർ കൊണ്ട് ലൂസാക്കി എടുത്ത ശേഷം വേണം നമ്മളിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്ന് തേച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
നമ്മുടെ ഫേസ് പാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിനി നിങ്ങൾക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്സിയിൽ അരയ്ക്കാത്തത് കൊണ്ട് കുറച്ച് അത്രയും ഭയങ്കര ഒരു ജ്യൂസി ടൈപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്ത് നമ്മുടെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തെ എല്ലാ മുഖത്ത് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നെക്കിലും നമ്മുടെ ചെവിയിലൊക്കെ നമുക്ക് തേക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അവിടെയും നല്ല പോലെ ഗ്ലോ ആയിട്ടിരിക്കും. നമ്മൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് മാത്രം ഭയങ്കര ഗ്ലോ ആയിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ നെക്കും നമ്മുടെ ആ ഒരു ചെവികളും ഒക്കെ ഒന്ന് പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസവും ആ പോണേന് മുമ്പ് മേക്കപ്പിനൊക്കെ മുമ്പും ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. എന്തായാലും നിങ്ങൾ ഒറ്റ വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. പപ്പായ നമ്മുടെ മുഖത്തിനൊക്കെ അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പപ്പായ ഇതാ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് കുറേ അധികം കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വീക്കിനോളം നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ മുഖം നല്ല പോലെ ഗ്ലോ ആവാനും നല്ല പോലെ പളാന്ന് മിന്നിയിരിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ തേക്കുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഇതേപോലെ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 10-20 മിനിറ്റോളം മസാജ് ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. പിന്നീട് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് പപ്പായ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.